അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. മുഹറം 9, 10 വ്യാഴവും വെള്ളിയും ആണ് ഇൻഷാ അല്ലാഹ്. സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുഹറം 9, 10 ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ കാര്യങ്ങൾ എല്ലാം ചുരുക്കി പറയാം. ഈ 2 ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലേതാകുന്നു. മുഹറം 10 നോമ്പിൻ്റെ പ്രതിഫലം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ. മുഹറം 10 നോമ്പ് നോറ്റാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുപോലെ മുഹറം 10 തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും ഭക്ഷണവിശാലത ചെയ്യാൻ ശക്തിയേറിയ സുന്നത്താണ്. അങ്ങനെ ചെയ്താൽ ആ വർഷം മുഴുവൻ അവന് ഭക്ഷണവിശാലത, ബർക്കത്ത്, ഐശ്വര്യം ലഭിക്കാൻ കാരണമാകുമെന്ന് മുത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. قال رسول الله صلى الله عليه وسلم من وصى على عياله في نفقة يوم عاشوراء وصى الله عليه سائر السنة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഭക്ഷണ വിശാലത ചെയ്യുന്നതിന് അള്ളാഹു ആ വർഷം മുഴുവൻ വിശാല നൽകുന്നതാണ്. മേൽ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ സുഫ്യാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഖദ് ജറബ്നാഹു ഫവജദ്നാഹു കദാലിക. ഞങ്ങളിത് പരീക്ഷിച്ചു നോക്കുകയും അത് പുലരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ മുഹറം 10 രാവിലോ പകലിലോ തൻ്റെ കുടുംബം ആഗ്രഹിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുക. ഭക്ഷണം വാങ്ങലോടുകൂടി അവർക്ക് വിശാലത ചെയ്തതിനായി തീരും. ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക. എല്ലാവരും ഈ കാര്യം ചെയ്യുക. മുഹറം 10 രാവും പകലും അധികരിപ്പിക്കേണ്ട 2 ദിക്റുകളുണ്ട്. അവ പറയാം. എല്ലാവരും ഈ ദിക്റുകൾ ചൊല്ലുക. ആരും പാഴാക്കി കളയരുത്. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ദിക്റ് ചൊല്ലാവുന്നതാണ്. ആദ്യമായി മുഹറം 10 രാവിലെ ചൊല്ലേണ്ട ദിക്റ് പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഈ ദിക്റ് രാത്രി 70 തവണ ചൊല്ലുക. അതുപോലെ മുഹറം 10 പകൽ ഈ പറയാൻ പോകുന്ന ദിക്ർ എല്ലാവരും ചൊല്ലുക. ഈ ദിക്ർ ചൊല്ലിയാൽ ആ വർഷത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്നതാണ്. മരണത്തിൽ നിന്ന് വരെ ആ വർഷം അവന് സംരക്ഷണം ഉണ്ടാകുന്നതാണ്. ഈ ദിക്ർ പറയാം. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ. ഈ ദിക്ർ 70 തവണ പകൽ എല്ലാവരും ചൊല്ലുക. അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ എല്ലാ ദിക്റുകളും പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ആമീൻ. ഇതുപോലുള്ള നല്ല അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.